ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ജനങ്ങളെ കൊള്ളയടിക്കും വിധം ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിനെതിരെ കുന്നോത്തുപറമ്പ് മുതൽ ചെറുപ്പറമ്പ് വരെ സംയുക്ത സമരസമിതി പ്രതിഷേധ മാർച്ച് നടത്തി. പാനൂർ മേഖലയിലെ ടിപ്പർ തൊഴിലാളികളും ഉടമകളും ഇന്റർലോക്ക്, ഹോളോ ബ്രിക്സ് തൊഴിലാളികളും കുടുംബാംഗങ്ങളും അടക്കം 500ഓളം ആളുകൾ പ്രതിഷേധ മാർച്ചിൽ അണിചേർന്നു. ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് ജില്ലാ കളക്ടർ നിശ്ചയിച്ച നിരക്ക് ഈടാക്കുന്നതുവരെ സമരം തുടരാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. ഇപ്പം പഞ്ചായത്ത് തലത്തിലായാലും ഇവിടെ അധ്യക്ഷ പറഞ്ഞതുപോലെ ലൈഫ് ഭവന പദ്ധതി, അതേപോലെ തന്നെ PMA ഭവന പദ്ധതി, നമ്മുടെ റോഡ് വികസനങ്ങൾ, പാലം ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ക്വാറി ഉൽപ്പന്നങ്ങൾ കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള വികസനങ്ങൾ സാധ്യമാവും. പ്രത്യേകിച്ചും ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നമ്മുടെ പദ്ധതി നടപ്പിലാക്കി വരുന്ന ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വില വർധനവ്. ആ വർധനവിനെതിരെയാണ് നമുക്ക് ഒന്നടങ്കം എല്ലാവരുടെയും കൂട്ടായ്മയിൽ, പൊതുജനങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മയിൽ വേണം നമുക്ക് ഇത്തരത്തിലുള്ള ശക്തമായ സമരങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. കളക്ടർ, നമുക്കറിയാം, വരുന്ന കോറ കർഷകകളൊക്കെ നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം എല്ലാ പേപ്പറുകളും റെഡിയാണെങ്കിൽ നമ്മൾ പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുന്നത്. ഇത്തരത്തിൽ വില വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിത രീതിക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഉടമകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ അട്ടിമറിച്ച് ക്വാറി ക്രഷർ ഉടമകൾ ഉൽപ്പന്നങ്ങൾക്ക് വൻ തുക ഈടാക്കുന്നതായാണ് പരാതി. അമിത തുക ഈടാക്കുന്നതിനെതിരെ സംഘടനകൾ നടത്തിയ സമരം കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ വില ഏകീകരിച്ച് ധാരണയിലെത്തിയതോടെ അവസാനിച്ചിരുന്നു. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 4 രൂപ വർദ്ധിപ്പിക്കാനായിരുന്നു തീരുമാനം. ഇത് എല്ലാവരും അംഗീകരിച്ചു. എന്നാൽ കളക്ടറുടെ അധ്യക്ഷതയിലെടുത്ത തീരുമാനം അട്ടിമറിച്ച് 7 രൂപയാണ് ക്രഷർ ഉടമകൾ കൂടുതലായി ഈടാക്കുന്നത്. ഈ വർധന നിർമ്മാണ മേഖലയിലെയും ചെറുകിട ലോറി തൊഴിലാളികളെയും പ്രതിസന്ധിയിലാക്കിയതോടെയാണ് സംയുക്ത സമരസമിതി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കുന്നോത്തുപറമ്പിൽ നിന്നും ചെറുപറമ്പിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ 500ഓളം പേർ അണിചേർന്നു. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K. ലത പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായും ലൈഫ് മിഷൻ PMAY പദ്ധതികൾ വഴിയുള്ള വീട് നിർമ്മാണങ്ങളും റോഡ് പണികളും നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് ലത പറഞ്ഞു. സിമാക് കണ്ണൂർ ജില്ലാ സെക്രട്ടറി നജീബ് ചാല അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ VV പ്രകാശൻ, K. ലിജീഷ്, KK അശോകൻ, രവീന്ദ്രൻ കുന്നോത്ത്, TP അബൂബക്കർ, KP റെനിൽ, മനോജ് പൊയിലൂർ, TP ഉത്തമൻ, KTK ബിനീഷ്, ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികളായ രജീഷ് കല്ലാച്ചി, മനോജൻ പാറക്കടവ് എന്നിവർ സംസാരിച്ചു. സിമാക് സംസ്ഥാന സെക്രട്ടറി മലബാർ രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. കൊള്ളനിരക്ക് പിൻവലിക്കുന്നതുവരെ സമരരംഗത്തുണ്ടാകുമെന്നും ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.